മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ LDF യോഗം തീരുമാനിച്ചതിൽ CPI-യിൽ അതൃപ്തി പുകയുന്നു. പാർട്ടിയുടെ വിശ്വാസ്യത കളഞ്ഞുകുളിച്ചുവെന്ന വികാരത്തിലാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ. നിലപാടും രാഷ്ട്രീയവും ഉണ്ടെങ്കിലും CPI ഇടതുമുന്നണിയുടെ ഭാഗമാണെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകാൻ LDF യോഗം തീരുമാനിച്ചത് CPI-യിൽ വൻ കോളിളക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിയുടെ കേരളത്തിലെ ഉന്നത സമിതിയായ സംസ്ഥാന എക്സിക്യൂട്ടീവ് 2 തവണ ചർച്ച ചെയ്തെടുത്ത നിലപാട് അടിയറ വെച്ചു എന്നതാണ് CPI നേതാക്കൾക്കിടയിലുള്ള വികാരം. ജനുവരി 27-ന് ആലപ്പുഴയിൽ നടന്ന എക്സിക്യൂട്ടീവാണ് മദ്യനിർമ്മാണശാല എതിർക്കാൻ ആദ്യം തീരുമാനിച്ചത്. ഈ മാസം 17 ചേർന്ന എക്സിക്യൂട്ടീവിലും വിശദമായ ചർച്ച നടന്നു. കിഫ്ബി യൂസർഫിയിലും സ്വകാര്യ സർവകലാശാലയിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും മദ്യനിർമ്മാണശാലയിൽ പിന്നോട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് എക്സിക്യൂട്ടീവിനെ അറിയിച്ചത്. എന്നാൽ മുന്നണി യോഗത്തിലെ തീരുമാനത്തോട് യോജിക്കുകയാണ് പാർട്ടി നേതൃത്വം ചെയ്തിരിക്കുന്നത്. പാർട്ടിയിലെ വിമർശനങ്ങളോട് ബിനോയ് വിശ്വം ഇങ്ങനെ പ്രതികരിച്ചു. ഇത്തരം കാര്യങ്ങളൊന്നും CPI ഒരു മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടി വിഷയമാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യമില്ല. CPI നിലപാട് CPI വ്യക്തമാക്കിയിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം. അതിനപ്പുറത്ത് മാധ്യമങ്ങളെ കണ്ട് നിങ്ങളുടെ രോമാഞ്ചം ഉണ്ടാക്കാൻ വേണ്ടി അതെല്ലാം പറയാൻ ഞങ്ങളില്ല. പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിൽ നേതൃത്വം പരാജയമാണെന്ന വിമർശനവും CPI-യിൽ ശക്തമാണ്. CPI-എമ്മിന്റെ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുവെന്നാണ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടി നിലപാട് വിജയിപ്പിച്ചെടുക്കാതെ പോയതിൽ മന്ത്രിമാരെയും സംശയിക്കുന്നവരുണ്ട്. മാർച്ച് 6-ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിഷയം ഉന്നയിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം.